നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഞാനൊരു യാത്ര മധ്യേ ഈശയും താടിയൊക്കെ വളർത്തി റോഡിൽ തിരക്കുള്ള ഒരു ഹൈവേയുടെ ഒരു സൈഡിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് നല്ല ഭക്ഷണം വേണമെന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർക്ക് ഒരു ഗോൾഡ് ആഭരണം വാങ്ങിയാലും 6 മാസം ഗ്യാരണ്ടി കിട്ടണം എന്ന് നിർബന്ധമുള്ളവരാണ്. അതുപോലെ നമ്മളൊരു ഇലക്ട്രോണിക്സ് സാധനം വാങ്ങിയാൽ നമ്മൾ എന്ത് തന്നെയായാലും നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടിയും വാറണ്ടിയും നിർബന്ധമാണ്. മനുഷ്യർക്ക് എന്ത് വാറണ്ടി, എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? കണ്ടിട്ടും കാണാതെ പോകുന്ന ചില മനുഷ്യജന്മങ്ങൾ നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അവരുടെ ഒരു വീഡിയോസാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ആദ്യം കിടക്കാം. ഓക്കെ. എന്താ കാര്യമാണ് വേണ്ടത്? ഏതായാലും കുഴപ്പമില്ല, കഴിക്കോ? കഴിച്ചിട്ടല്ലേ? പ്രേക്ഷകരെ കണ്ടല്ലോ വീഡിയോസ്. വയറ് നിറച്ച് നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്താലും അവർക്ക് ആഗ്രഹിക്കുന്ന ചില ഭക്ഷണങ്ങൾ കിട്ടാണ്ട് പോയിട്ടുണ്ട്. അവർക്ക് എന്താണോ ആവശ്യപ്പെടുന്ന ആ ഭക്ഷണം വയറ് നിറച്ച് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു മനോഭാവം ഓരോ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു ചായ വാങ്ങിക്കൊടുത്തു, ഒരു കടി വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു നമ്മൾ പോവുകയാണ്. അങ്ങനെയല്ല, വയറ് നിറച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക, അത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഞാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹഭവനം എന്ന ഒരു വൃദ്ധഭവനമുണ്ട്. ആ ഭവനത്തിൽ ഇതുപോലുള്ള ഒരുപാട് പേര് കഴിയുന്നുണ്ട്. എൻ്റെ ഈ സ്നേഹഭവനം ഇദ്ദേഹത്തെയും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കണ്ണമ്പ്ര പ്രദേശത്താണ് എന്നാണ് എനിക്കൊരു സൂചന കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ഞാൻ സംസാരിച്ച് അതിനൊരു തീരുമാനമെടുത്തതിന് ശേഷം ഇദ്ദേഹത്തെ ഞാൻ വൃദ്ധസദനത്തിലേക്ക് മാറ്റും. അതുവരെ കാത്തിരിക്കണം. അടുത്ത വീഡിയോസുമായി ഉടൻ ഞാൻ വരും. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസുമായി ഉടൻ ഞാൻ വരും. ക്യാമറമാൻ സുമാരനൊപ്പം മകേഷ് വടക്കഞ്ചേരി. മറക്കരുതും, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.